ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി നുറുക്ക് ഗോതമ്പ് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നുറുക്ക് ഗോതമ്പിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കഴുകിയെടുക്കണം. 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്കിത് വെള്ളം ഊറ്റിക്കളയാം. ഇതിലുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു സൈഡിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും ചെറുതായി അരിഞ്ഞു വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം. ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് തന്നെ വാടി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കണം. മുരിങ്ങയില നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഇലയെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ചേർത്തിരുന്ന മുരിങ്ങയില ഒന്ന് വാടി വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് 1 കപ്പ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്യാരറ്റും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നുറുക്ക് ഗോതമ്പ് കുറച്ചൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കേണ്ടതാണ്. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതാണ്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ച് തീ ഓഫ് ചെയ്യാം. അടച്ച് വെച്ചതിന് ശേഷം നമ്മളിത് ഒരു 5 മിനിറ്റ് സമയം തുറക്കാതെ തന്നെ വെക്കണം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞ് എളുപ്പമാണിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻസൊക്കെ അറിയിക്കാനും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.